കാണിക്കാണ്ട് ഒരടി മുന്നോട്ട് വെക്കാൻ പോലീസ് സമ്മതിക്കരുത്. അല്ല, കാണിച്ചു കൊടുക്ക, എന്നെ കാണിച്ചു തരണമെന്നല്ലല്ലോ പറഞ്ഞത്. അല്ല, അങ്ങനെ വേണ്ട. നിങ്ങൾ തർക്കിച്ചിട്ട് അങ്ങനെ ഗുസ്തി പിടിച്ച് നിയമം നടപ്പിലാക്കണ്ട. അതിലെന്തൊക്കെയാണെന്ന് പറഞ്ഞേക്കണമെന്ന് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഒന്ന് വായിക്കാവോ ഈ ഉത്തരവില്? അല്ല, എന്താണ് അതിൽ പറഞ്ഞതെന്നും കൂടി പറയും. ഞങ്ങൾക്കറിയണ്ടേ, പൊതുജനങ്ങൾക്ക് അറിയണ്ടേ, MLA അറിയണ്ടേ. ഞങ്ങള് കോടതി ഉത്തരവ് നടപ്പിലാക്കണതിന് ഞങ്ങളെതിരല്ല. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ ബൗണ്ടറിയുമായി ബന്ധപ്പെട്ട് ഈ തർക്കഭൂമിയിൽ സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നതിൽ ഞങ്ങൾ ആരും എതിരല്ല. പക്ഷേ ബൗണ്ടറീസ് ആക്ട് പ്രകാരം അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള നെയ്ബേഴ്സിന് നോട്ടീസ് കൊടുക്കണമെന്ന് കോടതിയുടെ ഉത്തരവുള്ളതാണ്. ആ ഉത്തരവ് എന്തുകൊണ്ട് ഇവർ നടപ്പിലാക്കുന്നില്ല? തർക്കമുള്ള ഈ കനാല് പെരിയാർ വാലിയുടെ കനാലാണ്. ഇവർ പോലീസിന് ഉപയോഗിച്ച് അത് കല്ലിട്ട് പോയി കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി അഡ്വക്കേറ്റ് കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ട് പോലീസിന്റെ സഹായത്തോടുകൂടി കയ്യേറി കഴിഞ്ഞാൽ ആര് ഉത്തരവാദിത്വം പറയും? അതുകൊണ്ട് പെരിയാർ വാലിക്ക് നോട്ടീസ് കൊടുക്കണം, മറ്റ് ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് കൊടുക്കണം. ഇത് ഞാൻ പറയുന്നതല്ല, ബൗണ്ടറീസ് ആക്ടിൽ പറയുന്നതാണ്. 14 ദിവസത്തെ നോട്ടീസ് കൊടുത്താൽ മാത്രമേ ഇത് അളക്കാൻ കഴിയുള്ളൂ. നിയമപരമായ കാര്യങ്ങൾ ഒഴിച്ച് ഞങ്ങൾക്ക് യാതൊരു തടസ്സമില്ല. എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല? 6 തവണ ഇത് തന്നെ ഞങ്ങൾ ആവശ്യം പറഞ്ഞാണ്. എന്തുകൊണ്ട് അഡ്വക്കേറ്റ് കമ്മീഷനോ അല്ലെങ്കിൽ സർവേയർ ഇത് ചെയ്യുന്നില്ല? അവർ നോട്ടീസ് കൊടുത്ത് ബന്ധപ്പെട്ട കക്ഷികൾക്ക്, തർക്കമുള്ള കക്ഷികൾക്ക് നോട്ടീസ് കൊടുത്തിട്ട് വരട്ടെ. ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. ഇല്ല, ഞങ്ങൾ തടസ്സമൊന്നും പറയുന്നില്ല. ഈ വിധി നടപ്പിലാക്കുമ്പോൾ അതിന്റെ പ്രൊസീജിയർ പാലിക്കേണ്ട ഉത്തരവാദിത്വം കോടതി നിയോഗിച്ചിരിക്കുന്ന അഡ്വക്കേറ്റ് കമ്മീഷനും സർവേ നടപടികൾ പൂർത്തീകരിക്കേണ്ട സർവേയർക്കും ഉണ്ട്. ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ ഇവർ എന്തിനു ഭയപ്പെടണം? അതിന്റെ അർത്ഥം പെരിയാർ വാലി അടക്കമുള്ള പുറമ്പോക്ക് ഭൂമി കയ്യേറാനുള്ള ശ്രമം ഇതിന്റെ പുറകിലുണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. അല്ല, അങ്ങനെ നോട്ടീസ് കൊടുക്കാണ്ട് സ്ഥലം എങ്ങനെ അളക്കണത്? നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പറയട്ടെ, അത് ഞങ്ങളെ കാണിച്ചു തരട്ടെ. അല്ലാണ്ട് അവർ ഏകപക്ഷീയമായിട്ട് അഡ്വക്കേറ്റ് കമ്മീഷൻ നോട്ടീസ് കൊടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രേഖകൾ കാണിക്കണം. ബന്ധപ്പെട്ട ആർക്കും നോട്ടീസ് കൊടുത്തതായിട്ട് ഇവിടെ പരാതിയുണ്ട്. പെരിയാർ വാലി ഉദ്യോഗസ്ഥരുടെ ഞങ്ങൾ ചോദിച്ചു, നോട്ടീസ് കിട്ടിയിട്ടില്ല. ഒരു നടപടിക്രമം പാലിക്കാതെയാണ് അഡ്വക്കേറ്റ് കമ്മീഷൻ ഏകപക്ഷീയമായിട്ട് പെരുമാറുന്നത്. പെരുമ്പാവൂരിലെ വാഴക്കുളത്ത് ദളിത് കുടുംബങ്ങളെ ഒഴിപ്പിക്കാനുള്ള നടപടിക്കെതിരെയാണ് പ്രതിഷേധം. പാരിയത്തുകാവ് നഗറിൽ അഡ്വക്കേറ്റ് കമ്മീഷണർ എത്തി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് വലിയ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. PV ശ്രീനിജൻ MLA ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവിടെ ഒഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് ഇനിയും നോട്ടീസ് നൽകിയിട്ടില്ല എന്നാണ് MLA അടക്കം ആരോപിക്കുന്നത്. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്വക്കേറ്റ് കമ്മീഷണർ ഈ സ്ഥലത്ത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപും എത്തിയിരുന്നു. ഇവിടെ ഈ 9-8 കുടുംബങ്ങളും ദളിത് വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. ഇവരെ ഒഴിപ്പിക്കാനാണ് നീക്കം നടക്കുന്നത്. ഈ നീക്കത്തിനെതിരെ ഇതിന് മുൻപ് 1-2 വട്ടമൊക്കെ ഈ ഒഴിപ്പിക്കൽ നടപടികളുമായി അധികൃതർ എത്തുമ്പോഴും കുടുംബങ്ങൾ വലിയ പ്രതിഷേധം അഴിച്ചുവിട്ടിരുന്നു. ദേഹത്ത് മണ്ണെണ്ണ ഒഴിക്കുന്നത് പോലും നമ്മൾ കണ്ടതാണ്. ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കോടതി കൊടുക്കണ്ട സാർ, നമുക്കൊന്ന് റിസീവ് സാന്ദ്ര സേനൻ ചേരുന്ന കൊച്ചിയിൽ നിന്ന്. സാന്ദ്ര, ഈ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അധികൃതർ ഇവിടെ അഡ്വക്കേറ്റ് കമ്മീഷണർ എത്തുന്നതും സർവേ നടപടികൾക്കായി മറ്റു ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുന്നതും അവരുടെ നടപടികളൊക്കെ നടത്തുന്നതും. അതൊക്കെ ശരി. പക്ഷേ ഈ MLA ഉന്നയിക്കുന്നത് പോലെ ഒഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് നോട്ടീസ് ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതിലെ വസ്തുത അറിയണം. ഒപ്പം തന്നെ മറ്റൊരു കാര്യം,
കാര്യം, ഈ ഒഴിപ്പിക്കപ്പെടുന്നവരെ കൈക്കൊള്ളാൻ, അവരെ പുനരധിവസിപ്പിക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കാതെയാണ് ഈ ഒഴിപ്പിക്കൽ എന്നൊരു പരാതി കൂടി നിലനിൽക്കുന്നില്ലേ? നിലവിലെ സാഹചര്യം എന്താണ്? കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നത് തിരുവിതാംകൂർ രാജഭരണകാലത്ത് തന്നെ പുറമ്പോക്കായി രേഖപ്പെടുത്തിയ ഭൂമിയിലാണ് പാരിയത്തുകാവിലുള്ള 8 ദളിത് കുടുംബങ്ങൾ ഇപ്പോ ഒഴിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഇവിടെ അഭിഭാഷക കമ്മീഷണർ വന്നിരിക്കുകയാണ്. ഇവരെല്ലാവരും തന്നെ ഒരു 135 കൊല്ലത്തോളം ഇവിടെ താമസിക്കുന്നവരാണ്. എന്നാൽ ഈ ദളിത് കുടുംബങ്ങളായതുകൊണ്ടാണ് ഇവരെ പുറത്തിറക്കാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ശരി സാൻഡ്ര, കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അവിടെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്കായി അഡ്വക്കേറ്റ് കമ്മീഷണർ എത്തിയിട്ടുണ്ട്. പ്രതിഷേധമാണ്, ജനകീയ പ്രതിഷേധമൊക്കെ നേരത്തെയും നടന്നതാണ്. ആവശ്യമായ ഉത്തരവുകൾ കൊടുത്തില്ല. പോലീസിന് ആക്ഷന് വേണ്ടി ആർഡിഒ ഉത്തരവ് കൊടുത്തിട്ടില്ല. ഒബ്സ്ട്രക്ഷൻ മാറ്റിയിട്ടില്ല. കമ്മീഷണർക്കും ആമീനും പട്ടിക വസ്തുവിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ഉത്തരവ് കൊടുക്കേണ്ടത് ആർഡിഒ ആണ്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അദ്ദേഹം ചെയ്തിട്ടില്ല. തിരിച്ച് കോടതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. നടപടികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇക്കാര്യം പ്രദേശത്ത് വന്നപ്പോൾ അവിടെ നടന്ന സാഹചര്യം, അവിടെ ഉണ്ടായ കാര്യങ്ങൾ, ഇതൊക്കെ വളരെ വിശദമായി ഇനി കോടതി അറിയിക്കുമെന്നാണ് അഡ്വക്കേറ്റ് കമ്മീഷണറുടെ പ്രതികരണം വന്നത്. ജനകീയ പ്രക്ഷോഭം കഴിഞ്ഞ നാളുകളിലുമൊക്കെ കുടിയൊഴിപ്പിക്കൽ നടപടികളുമായി ഈ ഉദ്യോഗസ്ഥർ വരുമ്പോഴൊക്കെ തന്നെ അവിടെ ജനകീയ പ്രക്ഷോഭം നമ്മൾ കണ്ടതാണ്. പലപ്പോഴും മണ്ണെണ്ണ പോലും ശരീരത്തിലൊഴിച്ച് ആത്മഹത്യാ ഭീഷണി അടക്കം മുഴക്കിയിരുന്നു. പെരുമ്പാവൂർ വാഴക്കുളത്താണ് ദളിത് കുടുംബങ്ങളെ ഒഴിപ്പിക്കാനുള്ള നടപടി.